എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്നും ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് തീരുമാനിക്കാനായിരുന്നു പ്ലാൻ എന്നും ആവർത്തിക്കുകയാണ് ജാസ്മിൻ ജാഫർ. നേരത്തെ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലും ജാസ്മിൻ ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. ഇപ്പോഴത്തെ അഫ്സലുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ജാസ്മിൻ വെളിപ്പെടുത്തുന്നത്. അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി പ്രണയത്തിലിരിക്കെ ഹൗസിൽ പോയി ഗബ്രിയുമായി അടുത്തു എന്നതായിരുന്നു ജാസ്മിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയത്. തുടർന്ന് അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ജബ്രി കോംബോയുടെ പേരിൽ വലിയ രീതിയിലായിരുന്നു സൈബർ ബുള്ളിയിങ് അഫ്സലിന് നേരിടേണ്ടി വന്നത്. ഒരു ഘട്ടമെത്തിയപ്പോൾ തന്റെ കയ്യിലുള്ള ജാസ്മിനുമായുള്ള ചാറ്റ് അടക്കം അഫ്സൽ പുറത്തുവിടുകയും ചെയ്തു. ഇപ്പോഴിതാ അഫ്സലുമായി തന്റെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നും ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കിയിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നതെന്നും ഹൗസിലെ അവസ്ഥയിൽ താൻ കൺഫ്യൂസ്ഡ് ആയതാണെന്നുമാണ് ജാസ്മിൻ ജാഫർ പറയുന്നത്. ഗബ്രി എവിക്റ്റ് ആയതിനു ശേഷം ആ ഹൗസിൽ നിൽക്കണമെന്ന് തനിക്കില്ലായിരുന്നു. ഹൗസിലെ 3 മാസം 1.5 വർഷം പോലെയായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ഗബ്രിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുന്നത് കാണുന്നത് മറ്റുള്ളവർക്ക് ക്രിഞ്ചായിരിക്കും, പക്ഷെ തനിക്കത് വലിയ ആശ്വാസമായിരുന്നുവെന്നുമാണ് ജാസ്മിൻ പറയുന്നത്. ഗബ്രിയുടെ ഫോട്ടോ മാത്രമല്ല, തന്റെ ഉമ്മയുടെയും വാപ്പയുടെയും ഫോട്ടോ നോക്കിയും താൻ സംസാരിച്ചിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെയും അവർ കട്ട് ചെയ്ത് കളഞ്ഞുവെന്നും ഗബ്രി ഉള്ളപ്പോൾ പോലും മാതാപിതാക്കളുടെ ഫോട്ടോ നോക്കി സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ഗെയിമല്ല, ഇത്തരം സാധനങ്ങൾ മാത്രമാണ് ആളുകൾ കണ്ടതെന്നും ജാസ്മിൻ കുറ്റപ്പെടുത്തുന്നു. മാത്രമല്ല, ഫാമിലി വീക്കിലെത്തിയ പിതാവ് ഫോട്ടോയും മാലയും മാറ്റിയപ്പോൾ അവരോട് ഒന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നും എല്ലാം വീട്ടിൽ പോയിട്ട് പറയാമെന്ന് മാത്രമാണ് താൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ വാപ്പ പറഞ്ഞതെന്നും ആ പറയുന്നതിൽ എന്തോ കാര്യം കാണുമെന്ന് കരുതിയാണ് താൻ മിണ്ടാതിരുന്നതെന്നും ജാസ്മിൻ പറയുന്നു. ഫോട്ടോ എടുത്തു മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്ന് കരുതിയിരുന്നു. എന്നാൽ മാതാപിതാക്കൾ വന്നുപോയതിനു ശേഷം ഗബ്രി എന്ന പേര് പോലും തനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്നും ജാസ്മിൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കല്യാണം നിശ്ചയിച്ച പെൺകുട്ടി മറ്റൊരു റിലേഷനിൽ പെട്ടുപോകുന്നത് തെറ്റാണെന്നും പക്ഷേ തൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്നും ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കിയിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഹൗസിലെ അവസ്ഥയിൽ കൺഫ്യൂസ്ഡായി ആ വ്യക്തിയുമായി ഇനിയൊരു ബന്ധം നടക്കില്ല എന്നും അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, താൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുവെന്നുമാണ് ജാസ്മിൻ്റെ വാക്കുകൾ. തനിക്ക് വേണ്ടി ആ വ്യക്തി ഒരുപാട് നിന്നിട്ടുണ്ടെന്നും ജാസ്മിൻ കൂട്ടിച്ചേർക്കുന്നു. പക്ഷെ പലരും അയാളെയും തൻ്റെ കുടുംബത്തെയും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചുവെന്നും ടെഡി ബിയർ കൊടുത്തിട്ട് പേര് പറഞ്ഞുകൊള്ളാൻ ആ വ്യക്തി തന്നെയാണ് തൻ്റെ വാപ്പയോട് പറഞ്ഞതെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അതേ വ്യക്തി തന്നെ അത് തിരുത്തി പറഞ്ഞു. താൻ പറയാൻ പറഞ്ഞിട്ടില്ല എന്നും പേര് വീണ്ടും വലിച്ചിഴച്ചുവെന്ന തരത്തിൽ സംസാരിച്ചതായും ജാസ്മിൻ ആരോപിക്കുന്നു. തൻ്റെയും അയാളുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഹൗസിൽ കൊണ്ടുപോകാൻ തന്നിരുന്നു, പക്ഷേ താനത് കൊണ്ടുപോയില്ല. ഫോട്ടോ കൊണ്ടുപോയിരുന്നുവെങ്കിൽ അയാളുടെ പേരും ഫോട്ടോയും ഒക്കെ റിവീൽ ആകുമായിരുന്നില്ലേ എന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. താൻ വരുന്നതുവരെ അയാൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു. പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ടൊരാളോട് താൻ ഇനി എന്തിനാണ് സംസാരിക്കേണ്ടതെന്നും പ്രിയപ്പെട്ടവരൊക്കെയും തന്നെ ചതിച്ചു, താൻ ചെയ്തതിൽ തെറ്റുകളുണ്ട്, പക്ഷേ മറ്റുള്ളവർ ചെയ്തതുപോലെയുള്ള ചതിയല്ല, തൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ചിലർ തന്നോട് ചെയ്തതെന്നും ജാസ്മിൻ പറയുന്നു. തൻ്റെ പിതാവ് അവരെയൊക്കെ വിളിച്ച് കാലുപിടിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും മാത്രമല്ല സഹികെട്ട് അവൾ പോയി ചാവട്ടെ എന്ന് വാപ്പ പറയുന്നൊരു വോയിസ് ക്ലിപ്പ് വരെ അയച്ചു തന്നുവെന്നും ഇതൊക്കെ കേൾക്കുന്ന തൻ്റെ മാനസികാവസ്ഥ ആർക്കും ഊഹിക്കാൻ പറ്റില്ല എന്നുമാണ് ജാസ്മിൻ അഭിമുഖത്തിൽ പറയുന്നത്. താൻ ചെയ്ത നല്ലതൊന്നും പുറത്ത് വന്നിട്ടില്ല. ഒരു മനുഷ്യനെയും തനിക്കിപ്പോൾ വിശ്വാസമില്ലാതെയായി. പ്രൈവറ്റ് ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിടുന്നത് ക്രിമിനൽ ഒഫൻസ് ആണെന്നും ആർക്കും താൻ പൈസയൊന്നും കൊടുക്കാനില്ല, താൻ വരുന്നത് വരെ എല്ലാവർക്കും വെയിറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ അഫ്സലിനെ താൻ യൂസ് ചെയ്തുവെന്ന് വരെ അയാൾ പറഞ്ഞുവെന്നും എന്തു വന്നാലും വരുന്നത് വരെ സമാധാനപ്പെട്ടിരിക്കണമെന്ന് അഫ്സലിനോടും തൻ്റെ വീട്ടുകാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നും ജാസ്മിൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വളരെ വികാരാധീനയായാണ് ജാസ്മിൻ അഭിമുഖത്തിൽ സംസാരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.